നമസ്കാരം. ജെൻ ഇസഡ് വയലൻസ് സമരം പ്രക്ഷോഭം. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ മീഡിയാസുകളിലും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സമര മുറ, അല്ലെങ്കിൽ ചില ഓമന പേരിൽ വിളിക്കുന്ന വസന്തം അല്ലെങ്കിൽ പ്രക്ഷോഭം, റയോട്സ് എന്നൊക്കെയായാലും ഏത് പേരിൽ അറിയപ്പെട്ടു കഴിഞ്ഞാലും ആ ഒരു സംഭവമാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പം അതിലെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം അതിലിങ്ങനെ കേട്ടു. അതായത് ഈ ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, പിന്നെ പല രാജ്യങ്ങളിലും നടന്നിട്ടുള്ള ഈ ഒരു സമരമുറ അടുത്തത് ഇന്ത്യയിൽ വരുമോ, ഇന്ത്യയിൽ ഇത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് കൂടുതൽ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ ലഡാക്കിൽ നടന്ന ഒരു സംഭവത്തോടു കൂടി വളരെയേറെ ചർച്ച ചെയ്യപ്പെടും. ഇത് കേൾക്കുമ്പോൾ പൊതുവെ ആദ്യം തൊട്ടേ ഇത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ, ഇങ്ങനെ ഒരു വയലൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമരമുറ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു സാധാരണക്കാരൻ, കോമൺ മാൻ എന്നുള്ള രീതിയിൽ വളരെ രസകരമായിട്ടും വളരെ അതിശയോക്തിയോടുകൂടി ചിന്തിക്കുകയും ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു കൂട്ടത്തിലൊരാളാണ്. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ടോക്ക്, അങ്ങനെ ഒരു ചർച്ച നമ്മുടെ ഇന്ത്യൻ മീഡിയകളിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾ ആരുടെയെങ്കിലും ഇടയിലുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ? സോഷ്യൽ മീഡിയയിൽ പൊതുവെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും മീഡിയകൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനും താല്പര്യമുള്ള തൽപര കക്ഷികൾ, അത് രാഷ്ട്രീയ ജാതി താല്പര്യം സൂക്ഷിക്കുന്ന ഒരുപാട് മീഡിയ കോക്കസുകൾ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കോക്കസുകൾ, ആൾക്കാർ, വ്യക്തികൾ, NGOകൾ, അത്തരം കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ താല്പര്യമുണ്ടാകും. ഓക്കെ, അവരുടെ കാര്യമല്ല പറഞ്ഞാൽ പൊതുവായിട്ട് അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു ചിന്ത ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊരു കോമൺ മാൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു. അപ്പൊ എനിക്ക് അതിനൊരു ഉത്തരവില്ല. കാരണം ഇന്ത്യൻ സാഹചര്യം, നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും നമ്മളുടെ രാജ്യത്ത് വലിയ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ 75-77 വരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥ, എമർജൻസി 75 ഡിക്ലെയർ ചെയ്ത് 77 വരെ, എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും തെരഞ്ഞെടുപ്പ് വഴി വീണ്ടും ഇന്ദിരാഗാന്ധിയെ പുറന്തള്ളുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയൊരു സാഹചര്യം. അന്ന് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2 വർഷക്കാലം അത് തുടർന്നുപോയി. 2 വർഷത്തോളം തുടർന്നുപോയി. അങ്ങനെ ഒരു സാഹചര്യത്തോടെ കടന്നുപോയി. വലിയ ഒരു വലിയ രീതിയിലുള്ള അഴിമതി കഥകളൊക്കെ നമ്മുടെ രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. ഞാൻ വർഷം ഓർക്കുന്നില്ല, അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഈ ലോകായുക്ത നടപ്പിലാക്കണമെന്ന് പറഞ്ഞൊരു വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ആപ്പ് എന്ന പാർട്ടി രൂപീകരിക്കുകയും കേജ്രിവാളിനെ ഒരു നേതാവായി കൊണ്ടുവരികയൊക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലതും കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ചരിത്രം ഇതുവരെ ഒരു പട്ടാള അട്ടിമറിയോ അങ്ങനെ ഒരു സംസാരമോ മറ്റുള്ള രീതിയിലുള്ള വലിയൊരു പ്രക്ഷോഭമോ ഒന്നും ഉണ്ടായിട്ടില്ല. ചൈനയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സോവിയറ്റ് യൂണിയൻ തകർന്നു പോയി ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ടിയാൻ സ്ക്വയറിൽ അങ്ങനെ വലിയൊരു വെടിവെപ്പ് ഉണ്ടായിട്ട് 10,000-കണക്കിന് കുട്ടികളെ കൊന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു വർഗീയപരമായിട്ടുള്ള കലാപങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, പൊതുവെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് ജെൻ ഇസഡിന്റെ കാലം വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ എന്ന് പറയുന്നത് അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അതിന്റെ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിലൂടെ വരുന്ന സർക്കാർ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇവിടെ നമുക്ക് ജനാധിപത്യ രീതിയിൽ പിന്നെ നമുക്ക് ആരെ വേണമെങ്കിൽ തീരുമാനിക്കാം. നമുക്ക് പാർലമെന്റിൽ അതിനുള്ള ഓപ്പോസിഷനുള്ള സോഴ്സുകളുണ്ട്, എതിർക്കാനും സ്വീകരിക്കാനും ഒക്കെയുള്ള സോഴ്സുകളുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് പുറന്തള്ളാനും സോഴ്സുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ മതപരമായിട്ടുള്ള
ഒരു വലിയ ഇൻഫ്ലുവൻസ് അല്ല നമ്മുടെ പാകിസ്ഥാൻ പോലോ ബംഗ്ലാദേശ് പോലോ ഒന്നുമുള്ള രാജ്യമല്ല. നമുക്ക് ഒരുപാട് റിസോഴ്സസുകളുണ്ട്. ചില തൽപര കുൽസിത ആൾക്കാർ നാളെ മതരാജ്യം വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ന് നമ്മൾ GDP-യിൽ വൻ മുന്നേറ്റം, ചൈനയെക്കാട്ടി മുന്നേറ്റം, US-നെക്കാട്ടിൽ എത്രയോ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പം ലേറ്റസ്റ്റ് ഒരു ഇഷ്യൂ നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടുള്ള ട്രംപിന്റെ ഡ്രാമയായിട്ട് വന്നു. അപ്പൊ നമ്മുടെ രാജ്യം വളരെ സിമ്പിളായിട്ട് കർഷകർക്കും അഗ്രികൾച്ചർ സെക്ടറും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാം സെക്ടറിലുള്ളവർക്കൊന്നും എഗനിസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അത് വളരെ സിമ്പിളായിട്ട് ട്രംപണ്ണനോട് പോയി പണി നോക്കാൻ പറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യം അത് വേറൊരു ലെവലാണ്. നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇന്നുവരെ ഒരു പട്ടാള അട്ടിമറി നടന്നിട്ടില്ല? ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വർഷങ്ങളോളം ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് ഇന്നും ഈ രാജ്യം എത്രയോ അപ് ഡൗൺസ് ഉണ്ടായിട്ടും ഇന്നും ഈ രാജ്യം വീണ്ടും മുന്നോട്ട് പോകുന്നു. 140 കൂടുതൽ കോടി ജനങ്ങളുള്ള ഈ രാജ്യം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു. ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും ഇന്ത്യ എന്ന് പറയുമ്പം അഭിമാനിക്കാം. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ലോകത്ത് എനിക്ക് തോന്നുന്നത് വൈവിധ്യങ്ങളുടെ ഈ രാജ്യത്ത്, വിവിധ മതവിഭാഗങ്ങളുടെ രാജ്യത്ത് ഇതുപോലെ സമാധാനമുള്ള രാജ്യം വേറെ ഏതുണ്ട്? തമ്മിലടിച്ച് കൊന്ന് പരസ്പരം ഒരേ ജാതിയിലുള്ളവർ തമ്മിലടിച്ച് അല്ലെങ്കിൽ അതിർത്തികളിൽ തമ്മിലടിച്ച് ഒക്കെ തീരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം പാകിസ്ഥാൻ നടത്തിയ ഒരു തീവ്രവാദി ആക്രമണം, മതം പറഞ്ഞിട്ട് തീവ്രവാദി ആക്രമണം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതുപോലും അസാധ്യമായി. അതുപോലും അത് നടത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം നമ്മുടെ ജനങ്ങൾ അതാണ്. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയും നമുക്ക് നല്ല സാഹചര്യത്തിലൂടെ മുന്നോട്ട് കടന്നുപോയി മുന്നോട്ട് അച്ചീവ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന GST പോലുള്ള പരിഷ്കാരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് മുന്നേറാൻ സാധിക്കും. യങ്സ്റ്റേഴ്സ് 60% ഉള്ള വേൾഡിൽ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം. ഈ രാജ്യത്ത് ഇന്നത്തെ ഭരണ സംവിധാനം ആരാണോ അവരിലാണ് കൂടുതലും ഭൂരിപക്ഷമായിട്ട് വിശ്വസിച്ചിരിക്കുന്ന രാജ്യം. ഇവിടെ ജൻ ഇസഡ് പോയിട്ട് ഇസഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോലും സാഹചര്യമില്ല. ആ രാജ്യത്തിരുന്നുകൊണ്ടാണ് ജൻ ഇസഡ് പ്രക്ഷോഭം വരും. ലഡാക്കിൽ സംഭവിച്ചത് എന്താണ്? അവിടെ പല NGO-കൾ കൈകാര്യം ചെയ്യുന്ന വാങ് ചുങ്, അതായത് വേറെ പേര് ഞാൻ മറന്നു, അയാളുടെ പിറകിലുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്ക് ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സോ ഈ ടെറിട്ടറി ലൈക്ക് കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്ന സെൻട്രൽ ടെറിട്ടറി ആയിട്ടുള്ള ഈ സംഭവം ഒരു സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഹോപ്പാണ് പുള്ളിക്ക് നാളെ CM ആകാനുള്ള. അതുപോലെ തന്നെ പണി പോയി കിടക്കുന്ന വേറെ പണ്ടുണ്ടായിരുന്ന ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന ചില മിനിസ്റ്റേഴ്സ് ഒക്കെ അതിൽ ഇൻവോൾവ് ആണ്. NGOs, ഇന്ത്യയിലെ NGOസിന് എന്തോ ഒരു താല്പര്യമാണെന്നറിയാം ഇന്ത്യയുടെ കാര്യങ്ങളിൽ. നമ്മുടെ വിദേശകാര്യ നയങ്ങളും ഒക്കെ മാറി. നമ്മൾ ഇന്ന് ലോകത്തിന്റെ വേറൊരു എന്താണ് ഐക്കണായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം ഈ ഒരു രാജ്യത്തിരുന്ന് ഇമ്മാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയകൾ കാണിക്കുന്ന ഈ ഒരു വ്യഗ്രതയും വിവരക്കേടുകളും കോമൺ മാൻ എന്നുള്ള രീതിയിൽ വളരെയേറെ എന്താ പറയുന്നത് ഒരു 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 മാനസികമായിട്ട് ബുദ്ധിമുട്ടും അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോക്കിന്റെ ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെയേറെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഇവിടെ ജൻ ഇസഡ് അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യം ജൻ ഇസഡ് പ്രക്ഷോഭമല്ല. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വ്യക്തിഗതമായിട്ട് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കുട്ടികളെ എങ്ങനെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കാം, അവരെ വയലൻസോ അല്ലെങ്കിൽ പ്രക്ഷോഭം ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ കൾച്ചർ അതല്ല. ലൈക്ക് ഇന്ത്യയിലെ മോസ്റ്റ്ലി ഹിന്ദു, ഹൈന്ദവ, സനാതന കൾച്ചർ അല്ലെങ്കിൽ ഇസ്ലാം കൾച്ചർ അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യാനിറ്റി അല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് കൾച്ചറാണെന്നുണ്ടെങ്കിലും ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്.